മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈജയെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരങ്ങളെല്ലാം വിളിച്ച് മനു ഗംഗാധരനെയാണ് അറിയിച്ചിരിക്കുന്നത്. ഗംഗാധരൻ പതിവ് പോലെ തന്നെ തൻ്റെ സഹോദരങ്ങളെ വിളിച്ചും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. മനു ഗംഗാധരൻ വലിച്ചനെ വിളിച്ച് വിവരങ്ങളൊക്കെ എല്ലാം ധരിപ്പിച്ച ശേഷം മനു ഡ്യൂട്ടിയിൽ നിന്നും ലീവ് എഴുതി തൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം അച്ഛനോട് നേരിട്ടെല്ലാം പറയാമെന്നായിരുന്നു മനുവിൻ്റെ ധാരണ. വീട്ടിലെത്തുന്ന ഉടനെ തന്നെ മനുവിനോട് അച്ഛൻ അങ്ങോട്ടാണ് കാര്യങ്ങളെല്ലാം തിരക്കുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. അപ്പോൾ അച്ഛൻ ശിവൻ പറയുന്നുണ്ട്, എന്നെ ഏട്ടൻ വിളിച്ച് പറയുകയുണ്ടായത്, നീ ഏട്ടനെയാണല്ലേ ആദ്യം വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാനാണ് അച്ഛാ തോന്നിയത്. കാരണം അച്ഛൻ ഒന്നാമത്തെ ഹരിയുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടിയൊക്കെ വിളിച്ച് പറയുമ്പോൾ അച്ഛന് എങ്ങനെയായിരിക്കും പ്രതികരിക്കാമെന്ന് എനിക്കെല്ലാ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യച്ഛന് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വല്യച്ഛൻ നാളെ ഇവിടേക്ക് വരാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛനോട് എന്താ വല്യച്ഛൻ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്നോടും ഏട്ടൻ നാളെ ഇവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കണേ. ഏട്ടൻ രാജീവിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. രാജീവിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഒരു വക്കീലുണ്ടത്രേ. അതാവുമ്പോൾ അദ്ദേഹത്തെ വെച്ച് നമുക്ക് വൈജയുടെ ജാമ്യത്തിന് അപേക്ഷിക്കാമെന്നൊക്കെ ശിവൻ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെയാണ് കിച്ചണിൽ നിന്നും കമല വരുന്നത്. ഇത് കേട്ടുകൊണ്ട് വരുന്ന കമല പറയുന്നുണ്ട്, എന്നാലും വൈജയുടെ ധൈര്യം സമ്മതിക്കുക തന്നെ വേണം. കാര്യം ശരി തന്നെ, ആ ശരണ്യ എന്ന് പറയുന്നവൾക്കിട്ട് 2 കൊട്ട് കൊടുക്കേണ്ടത് തന്നെയാണ്. എങ്കിലും എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം കമലയ്ക്ക് ഇങ്ങനെയുള്ളവരായിട്ട് കൂട്ടുകൂടാനും അവരിൽ നിന്നും ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാനൊക്കെ എത്രത്തോളം ധൈര്യം ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ കമല പറയുന്നത് കേട്ട് മനുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഓ അമ്മയും മോശമൊന്നുമല്ലല്ലോ, അമ്മയും പോയിരുന്നല്ലോ ശരണ്യയെ തല്ലാനും കുത്താനും ഒക്കെ ആയിട്ട്. ആദ്യം അമ്മ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കി അല്ലേ, അതും ആൻറ്റിയുടെ വാക്ക് കേട്ട് തന്നെ ഇറങ്ങി തിരിച്ചതായിരുന്നില്ലേ. ഇതും അമ്മയെ കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ നല്ല കളിയായേനെ, 2 ആൾക്കും കൂടി പോയി ജയിലിൽ കിടക്കാമായിരുന്നു എന്നെല്ലാം മനു പറയുന്നത് കേൾക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ മനു, ഈ അമ്മയ്ക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയും ധൈര്യമൊന്നും ഇല്ലടാ. അതിനൊക്കെ നിൻ്റെ ആൻറ്റിക്ക് തന്നെ കഴിയുള്ളൂ. കൂടുതലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പലർക്കും അത് പൊള്ളും എന്ന് കമലയും കുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മേ, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വരുന്നു എന്നറിയുമ്പോഴോ അല്ലെങ്കിൽ വന്നു എന്നറിയുമ്പോഴോ ഇങ്ങനെ അവരെ നിഷിക്കാതിരിക്കും. പ്രത്യേകിച്ച് അമ്മയുടെ ഈ അവസ്ഥയിലെങ്കിലും അമ്മ അല്പം ദൈവത്തിന് വിളിക്കേ, മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അമ്മയുടെ മകനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് പെട്ടെന്ന് തന്നെ ആ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ കഴിയണേ എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്ര ചെറുപ്പത്തിലെ ഒരു നരകത്തിൽ കിടന്നിങ്ങനെ പുകഞ്ഞ് ജീവിച്ച് തീർക്കാനുള്ളതല്ലല്ലോ അവൻ്റെ ഭാവി എന്നാലോചിച്ചിട്ടാണ്. അവനോട് ഒട്ടും തന്നെ സഹതാപം തോന്നാത്തൊരു കാര്യമാണ് അവൻ ചെയ്തു വെച്ചത്. 2 വർഷത്തോളം താൻ എല്ലാമാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് കൂട്ടുകാർക്ക് പങ്കുവെക്കാനുണ്ടായിരുന്ന അവൻ്റെ ആ മനസ്സുണ്ടല്ലോ, അത് എത്ര കടലിൽ പോയി കുളിച്ചാലും ആ ദുഷിപ്പൊന്നും പോവാൻ പോകുന്നില്ല. അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലേ നല്ല അമ്മയും അച്ഛനും ഉണ്ടായിരിക്കണം. ഇന്ന് മനു പറയുമ്പോൾ മനുവിനോട് കമല ചോദിക്കുന്നുണ്ട്, അവനെ വളർത്തിയ അതേ അച്ഛനും അമ്മയും തന്നെയല്ലേ നിന്നെയും വളർത്തിയത്, എന്നിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നെ വളർത്തിയത് അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്, അവനെ വളർത്തിയ അച്ഛനും അമ്മയും തന്നെ. പക്ഷേ അവൻ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തി കാണിക്കുന്നതിന് പകരം അവൻ്റെ തെറ്റുകൾക്ക് സപ്പോർട്ട് നിൽക്കാനായിരുന്നു അമ്മ ശ്രമിച്ചിരുന്നത്.
അച്ഛൻ പിന്നെ അന്നും ഇന്നൊന്നും നാട്ടിലുണ്ടായിരുന്നില്ല. മനു പറഞ്ഞു തീർക്കാൻ സമ്മതിക്കാതെ കമല അപ്പോഴേക്കും കിടന്ന് ഒച്ചെടുക്കുകയാണ്. അല്ലെങ്കിലും ആര് എവിടെ എന്ത് സംഭവിച്ചാലും ഉടനെ തന്നെ എനിക്കായിരിക്കുമല്ലോ കുറ്റം വരുന്നത്. മനു അപ്പോൾ കമലയോട് പറയുന്നുണ്ട്, അമ്മേ, കുറ്റം വരുന്നതല്ല, കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരുന്നതാണ്. ഇനിയെങ്കിലും ശ്രമിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇപ്പോഴും അവനെ കാണാൻ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ദുഷിച്ച വർത്തമാനങ്ങൾ തന്നെയല്ലേ? അവനെ അവിടെ ജയിലിലാക്കിയിട്ട് രോഹിത് ഇവിടെ നാട്ടിൽ വന്ന് സുഖിക്കുകയാണെന്നും അവന് പഠിച്ച് വലിയ ആളാവാനുള്ള ശ്രമത്തിലാണെന്നും എന്തൊക്കെയാണ് അമ്മ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവൻ ജയിലിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം 1.5 മാസത്തോളം അവൻ അനുഭവിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മ ഹരിയോട് പറഞ്ഞു കൊടുത്തിരുന്നോ? എൻ്റെ മകനോട് ഞാൻ എന്തിനതൊക്കെ പറഞ്ഞു കൊടുക്കണം? അല്ലെങ്കിൽ തന്നെ എന്തൊരഭിനയമായിരുന്നു അവരൊക്കെ ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. അതൊക്കെ ഞാൻ വിശ്വസിച്ച് എൻ്റെ മകനെ പറഞ്ഞ് ധരിപ്പിക്കണമായിരുന്നോ? ഇത് തന്നെയാണ് അമ്മയോട് ഞാൻ പറഞ്ഞത്. അമ്മ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന്. ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശിവന് ദേഷ്യം വന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, മനു, നീയെങ്കിലും ഒന്ന് നിർത്ത്. ഒരു തരത്തിലും ഒരു സമാധാനം എന്ന് പറയണത് ഇവിടെ ഇല്ലാതെയായി. അതിൽ കൂടെ നീയും കൂടി ഇങ്ങനെ ആവല്ലേ? നിനക്ക് അല്പം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ, അവരെപ്പോലെ നീ ആവല്ലേ മനു എന്ന് പറയുമ്പോൾ മനു മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. മനു കമലയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലെത്തിയതിന് ശേഷം അലീനയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അലീനയോട് മനു പറയുകയാണ്, അലീന, ഞാനിവിടെ കടപ്പാട്ടൂർ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നീ അവരോടും പറയണം, ടെൻഷനൊന്നും അടിക്കണ്ട. അമ്മയെ നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കാൻ ശ്രമിക്കാമെന്നൊക്കെ. പ്രത്യേകിച്ച് ഗംഗാധര വല്യച്ഛനെ വിളിച്ചാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്യച്ഛനായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുക. നാളെ വല്യച്ഛനും ഇങ്ങോട്ട് വരുന്നുണ്ട്. വല്യച്ഛൻ നേരെ അവിടേക്കായിരിക്കും വരുന്നത്. മുത്തശ്ശി അവിടെയാണല്ലോ. അതുകൊണ്ട് മുത്തശ്ശിയെ കാണാതെ വല്യച്ഛൻ വേറൊരു കാര്യത്തിലേക്കും തിരിക്കാറില്ല. സാധാരണ അങ്ങനെയാണ് നാട്ടിൽ വന്നാൽ. വല്യച്ഛനെ മുത്തശ്ശിയെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ മുത്തശ്ശി ഈ നാട് വിട്ട് പോരില്ലെന്നുള്ള വാശിപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെയും അവിടെയായിട്ടും വല്യച്ഛനും മുത്തശ്ശിയും നിൽക്കുന്നത്. വല്യച്ഛനെ ഒട്ടും തന്നെ മുത്തശ്ശിയെ പിരിഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. അത് എനിക്കും തോന്നിയിട്ടുണ്ട് മനുവേട്ട. വല്യച്ഛന് മുത്തശ്ശിയോട് വല്ലാത്തൊരു സ്നേഹമാണെന്ന്. അല്ല മനുവേട്ട, ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് പെട്ടെന്ന് ജാമ്യത്തിനൊക്കെ കിട്ടുമോ എന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുകയാണ്, പെട്ടെന്നൊന്നും റെഡിയാവില്ല അലീന. അറിയാലോ, ഇങ്ങനെ ഒരു കേസായതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ സമാധാനമായിട്ട് തന്നെ ഇരിക്കേ, നമുക്കെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനു കോള് കട്ട് ചെയ്യുകയാണ്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഗംഗാധരനും രാജീവനും ഒരുമിച്ച് തന്നെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എത്തുന്നത് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തി അലീനയാണ് വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അലീനയെ കാണുമ്പോൾ തന്നെ രണ്ടാളും വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവളോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയുടെ മുഖം വല്ലാതെ വിളറി വെളുത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ഗംഗാധരൻ പറയുന്നുണ്ട്. അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് തന്നെ പറയുകയാണ്, വിഷമിക്കാതിരിക്കും മോളെ. ഒരു കാലത്ത് നമ്മൾ ഒരുപാട് സന്തോഷിക്കും. ആ സന്തോഷത്തിന് പിന്നീട് മാറ്റുകൂടണം എന്നുണ്ടെങ്കിൽ ഇടയിൽ സങ്കടങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എഴുന്നേറ്റായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, മുത്തശ്ശി നേരത്തെ തന്നെ എണീറ്റു അങ്കിളെ. മുത്തശ്ശിയുടെ പതിവ് അതാണല്ലോ. മുത്തശ്ശി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ മുത്തശ്ശിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ദേ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾക്കും കൂടിയുള്ളത് എടുത്തോളൂ എന്ന് പറയുമ്പോൾ അലീന ശരി അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടക്കുകയാണ്. നീ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞങ്ങളുടെ അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ തിരിച്ച് നടക്കാൻ നേരത്ത് അലീന ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. അങ്കിളെ, അതെ മുത്തശ്ശി ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. മുത്തശ്ശിയോട്
ഇന്നലെ അമ്മയ്ക്ക് തലവേദനയായിട്ട് കിടക്കുകയാണെന്നും ബാങ്കിൽ പോയിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞൊപ്പിച്ച് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയും അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കാതെ ആവുമ്പോൾ മുത്തശ്ശി ചിലപ്പോൾ അന്വേഷിക്കുമായിരിക്കും. ഇന്നും എന്തെങ്കിലും കള്ളം തന്നെ പറയണം, എന്തിനാ ആ പാവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നേ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ അലീന പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്തിനാ മോളെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട്? ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ അമ്മയോട് പറയായിരുന്നില്ലേ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നിയില്ല അങ്കിളെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്കും അവർ മുത്തശ്ശിയുടെ റൂമിലേക്കും ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ തന്നെ രാജീവൻ പറയുന്നുണ്ട്, ഇപ്പോൾ പെട്ടെന്നുള്ള നമ്മുടെ വരവിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നും ഗംഗേട്ടാ, അല്ലാതെ നമ്മളങ്ങനെ ഫാമിലി ഇല്ലാതെ വരാറില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുന്നത്. രാജീവൻ പറഞ്ഞതുപോലെ തന്നെ ഇവരെ കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ? ഞാൻ എത്ര ദിവസമായെന്നറിയോ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണണമെന്ന്. ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് പിന്നെ അതങ്ങ് മറന്നു പോകും. എന്തായാലും എൻ്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലോ, നിങ്ങളെ രണ്ടാളെയും ഒന്ന് ഒരുമിച്ച് കാണാനും സാധിച്ചല്ലോ. ഒന്ന് ശിവനെ കൂടി ഒന്ന് വിളിക്കണം, ശിവനെയും കൂടി ഒന്ന് കാണണം എനിക്ക് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു ബോധോദയം വന്ന പോലെ മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ എന്ത് തോന്നി രണ്ടാളും കൂടി ഇങ്ങ് പോരാൻ? രാജീവൻ അപ്പോൾ മുത്തശ്ശിയെല്ലാം അറിഞ്ഞിരിക്കട്ടെ എന്ന ധാരണയിൽ തന്നെ രാജീവൻ പറഞ്ഞു തുടങ്ങുകയാണ്. എങ്ങനെ അമ്മ വരാതിരിക്കുക? അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇനിയും ഹരിയുടെ കേസിൽ ഒരു തീർപ്പും ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഹരിയുടെ കേസ് മാത്രമാണോ അമ്മേ? ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഒതുക്കി ഞങ്ങൾ പോകുമ്പോൾ പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കോള് വരികയാണ്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സമാധാനം കിട്ടുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ രാജീവ പറയുന്നതൊന്നും തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശി ഗംഗാധരൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ മുത്തശ്ശിയുടെ അരികത്തായിട്ട് ഇരുന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, വിഷമിക്കണ്ട അമ്മേ, എല്ലാം ശരിയാവും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഹരിയുടെ പ്രശ്നമല്ലാതെ പിന്നെ ഇവിടെ എന്താണ് ഇപ്പോൾ പ്രശ്നം? രോഹിത്തിന് ആ കേസിൽ നിന്നും ഊരിപ്പോന്നതല്ലേ ആ പെൺകുട്ടി? അവനെതിരെ മൊഴിയൊന്നും പറയാതെ ആയപ്പോൾ തന്നെ അനുകൂലമായിട്ടല്ലേ ആ കുട്ടി അന്ന് മൊഴി കൊടുത്തത്? പിന്നെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നം എന്നാ നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഗംഗേട്ടൻ തന്നെ മുത്തശ്ശിയോട് പറയുകയാണ്, അമ്മേ വേറൊന്നുമല്ല, ഇവിടെ വൈജ എന്തോ ആ ശരണ്യ എന്ന് പറയുന്ന കുട്ടിയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്നോ അത് അവൾ തന്നെ കേസ് കൊടുത്തുവെന്നോ ആ കേസ് കറങ്ങി തിരിഞ്ഞ് വൈജയ്ക്ക് എന്നെ എതിരായി. ഇപ്പോൾ ഇന്നലെ വന്ന് വൈജയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇത് കേൾക്കുന്നതോടെ മുത്തശ്ശിക്ക് ആകെ ഷോക്കാവുകയാണ്. മുത്തശ്ശി, എൻ്റെ ഭഗവാനെ, എന്നെ ഇനി എന്തിനാ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? എല്ലാം കേട്ടു, എല്ലാം കണ്ടു, ഇനിയും സഹിക്കാനായിട്ട് എന്ത് പാപമാണ് ഞാൻ ഇത്രയും കാലം കൊണ്ട് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിഷമിക്കാൻ തുടങ്ങി. അതേസമയം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അമ്മേ ഇത് കുറച്ച് നാളത്തേക്കാണ് അമ്മേ, ഈ ഒരു വിഷമങ്ങളൊക്കെ അങ്ങ് മാറും. ഒരു സങ്കടത്തിന് ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ ഇനിയും എന്താടാ ഇനിയും സഹിക്കാനുള്ള സങ്കടങ്ങൾ? എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ചെടുത്തുനിന്നാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇന്നലെ തന്നെ ആ പെൺകുട്ടി വന്നപ്പോൾ തുടങ്ങിയ ഇതാണ് വൈജയ്ക്ക് ആകെപ്പാടെ പിരിമുറുക്കം. അവളോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ആ കുട്ടി കാരനാണ് അവൻ്റെ മകൻ രക്ഷപ്പെട്ടതെന്ന്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അവൾക്ക് അവളുടേതായ വാശികളാണ്. ഇതൊക്കെ ആരോട് പറയാനാ മോനെ? ആരും കേൾക്കാനുമില്ല.
ഇനിയിപ്പോൾ നിങ്ങളെന്താടാ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാനാ അമ്മേ, പെങ്ങളായി പോയില്ലേ, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് മനുവാണ്. ഇവിടുന്ന് ബാലചന്ദ്രൻ ഒന്നും തന്നെ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലീനയോടും പറഞ്ഞ് താക്കീത് കൊടുത്തിരിക്കുകയാണ് ഒന്നും ചെയ്യരുതെന്ന്. അപ്പോൾ പിന്നെ അവൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ബാലചന്ദ്രൻ്റെ വാക്കിനെ അവൾ ഒരിക്കലും ധിക്കരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അത് ശരിയാണ്. അവൾ എങ്ങനെയാടാ അവൻ്റെ വാക്കുകൾ അലീന തള്ളിക്കളയുന്നതും ധിക്കരിക്കുന്നതുമൊക്കെ? അവളുടെ ആശ്രയവും തണലും ഒക്കെ അവനല്ലേ, ബാലചന്ദ്രനല്ലേ. അത് മാത്രമാണോ? നീ ബാലചന്ദ്രൻ്റെ മക്കളെ കണ്ടോ, എത്ര അനുസരണയുള്ളവരായി മാറിയെന്ന്. അലീനയെ പോലെ തന്നെയാണ് അവൾ അവരെയും ആക്കിക്കൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രനും 4 മക്കളും അവരിപ്പോൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അതിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് ഇവൾ തന്നെയാണ്. ബാലചന്ദ്രൻ തന്നെ വൈജയോട് ഒരിക്കൽ പറഞ്ഞതാണ്. വൈജ തന്നെയാണ് എന്നോടതൊക്കെ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും വൈജ നല്ലൊരമ്മയും ഭാര്യയുമായെന്ന് തോന്നുന്ന കാലത്ത് തിരിച്ച് അലീനയെ ഇവിടെ കൊണ്ടുവരുമെന്നും സ്നേഹത്തോടു കൂടി ജീവിതം തുടരുമെന്നും. എന്നിട്ടും വൈജയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ വൈജ എത്രയോ വാശി പിടിച്ച് അവൾ കേസടക്കം കൊടുത്തതല്ലേ അവൾക്ക് അലീനയെ വേണമെന്ന് പറഞ്ഞിട്ട്. ഒരിക്കൽ പോലും ബാലചന്ദ്രൻ ആ വാശിക്ക് താന്നു കൊടുത്തിരുന്നോ? എന്നാൽ ഇപ്പോൾ രോഹിത്ത് വരുന്നതറിഞ്ഞ് അലീനയെ പോയി കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു ബാലചന്ദ്രൻ, രോഹിത്തിൻ്റെ ഒപ്പം തന്നെ. എന്നാൽ ആ ഒരു സന്തോഷം പോലും അവൾക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല. അവളപ്പോഴും ആ ശരണ്യ വന്നതിൻ്റെ സാമർത്ഥ്യത്തിലായിരുന്നു നടന്നിരുന്നത്. എന്നോടും വന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ പറയലായിരുന്നു ദിവസേന അവർ വന്ന സമയം മുതൽ. പക്ഷേ ഞാൻ എന്ത് പറയാനാടാ? ഞാൻ ഒരുവിധം അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആ കുട്ടി ഇവിടെ വന്നിട്ട് പോലും എനിക്ക് പോലും ഒന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ശരണ്യയോട് ആര് സ്നേഹം കാണിച്ചാലും അതെല്ലാം വൈജയ്ക്ക് വാശിയും വൈരാഗ്യവും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാനും കൂടിയും അവരുടെ സന്തോഷത്തിൽ നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിന്നത്. ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഒന്നും ഞാൻ പോവാറില്ല. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. കാര്യങ്ങളൊക്കെ വൈജ വലിച്ചെത്തിച്ച് ഇവിടം വരെ ആക്കി നിർത്തിയിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നേരത്ത് എന്നെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കരഞ്ഞു പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? എന്തായാലും ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വൈജയെ ഒന്ന് പോയി കാണട്ടെ അമ്മേ, എന്നിട്ട് വേണം വക്കീൽ ഓഫീസിലേക്ക് പോകാൻ. അത് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഡൈനിങ് റൂമിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അലീന ഡൈനിങ് ടേബിളിൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബാലചന്ദ്രനും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഇവരെ കാണുമ്പോൾ തന്നെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ചേട്ടനും അനിയനും എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് പോകേണ്ട അവസ്ഥ കുടുംബക്കാരെല്ലാവരും കൂടി ഒപ്പിച്ച് തരുന്നുണ്ട് അല്ലേ ഗംഗേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയാണ്, എന്താ ബാലചന്ദ്ര പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടത്? നീ ആയിട്ടോ ഒന്നിലും ഇടപെടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആരുണ്ട്? ആ ശിവനാണെങ്കിൽ എന്തൊക്കെ കാര്യത്തിന് കിടന്നോടും. അവൻ്റെ മകൻ്റെ കാര്യം തന്നെ ഒന്നിലും എത്താതെ നിൽക്കുകയാണ്. അതിനിടയിൽ അവൻ പെങ്ങളുടെ കാര്യത്തിനും കൂടി കിടന്ന് ഓടാൻ പറ്റുമോ? ഇവിടെ നിന്ന് അലീന വിളിച്ച് മനുവിനോട് കിടന്ന് കരഞ്ഞോരെന്ന് പറഞ്ഞു. മനു അത് കേട്ട വിഷമത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പിന്നെ അവിടെ ഇരുന്നാൽ സമാധാനം കിട്ടുമോ? ആകുള്ളൊരു പെങ്ങളായി പോയില്ലേ. ബാലചന്ദ്രൻ കൈ കഴുകി ഇവരുടെ അടുത്തേക്കായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടാ, ഒരു പെങ്ങളാണെങ്കിലും നല്ല രീതിക്ക് വളർത്തണമായിരുന്നു. എങ്കിൽ ഇങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ നിലത്തും താഴത്തും അല്ലാതല്ലേ വൈജയുടെ മുന്നോട്ടുള്ള ജീവിതം. എപ്പോഴെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഞങ്ങൾക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വെക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ. അമ്മയായാലും ചിന്തിക്കില്ലേ, ഞങ്ങൾ 2-3 സഹോദരങ്ങളുണ്ടായിട്ട് അവൾക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞങ്ങളാരും അവളുടെ കൂടെ നിന്നില്ല എന്ന്. ഇതിപ്പോൾ കൂടെ നിൽക്കണതല്ല, അവളായിട്ട് ഒപ്പിച്ച് വെച്ചതിൽ നിന്ന് അവളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരണം.
എന്തായാലും ബാലചന്ദ്ര, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഗംഗാധരൻ ബാലചന്ദ്രനോടായി പറയുകയാണ്. ജാമ്യത്തിൽ ഇറക്കിയതിന് ശേഷം വൈജയെ ഞാൻ കൊണ്ടുപോവുകയാണ്. കുറച്ച് നാൾ അവൾ അവിടെ വന്ന് നിൽക്കട്ടെ. അവളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായതിന് ശേഷം അവളെ ഞാനിങ്ങോട്ട് തിരിച്ചയക്കാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് എനിക്കൊരു തടസ്സവും ഇല്ല ഗംഗേട്ടാ. നിങ്ങളുടെ സഹോദരി പോരുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. കാരണം അവളുടെ മനസ്സൊന്ന് ശരിയാവാനുണ്ട്. അത് എവിടെ നിന്നിട്ടാണെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്ക്. നിങ്ങളെക്കൊണ്ട് അതിന് പറ്റും, നിങ്ങളെക്കൊണ്ടേ പറ്റൂ. എന്തായാലും അതിനൊക്കെ മെനക്കെടാൻ ഇനി ഈ ബാലചന്ദ്രനെ കിട്ടുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. അല്ല, നിങ്ങളെന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരൻ വക്കീലാണ്. അപ്പോൾ അവനെ കാണാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് സ്റ്റേഷനിൽ പോയി വൈജയെ ഒന്ന് കാണണം. അത് അത്യാവശ്യമാണല്ലോ. ഞങ്ങളുടെ മനസ്സിൽ ഇപ്പം കിടന്ന് തിളയ്ക്കുന്ന ആ കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങൾ അവളെടുത്തുമാണല്ലോ ഉള്ളത്. അതൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് വേണം അഡ്വക്കേറ്റിനെയൊക്കെ കാണാൻ പോവാൻ എന്ന് രാജീവൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പുച്ഛത്തോടു കൂടി ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇതേ സമയം ബബിതയും കൃഷ്ണമോളും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്കിളുമാരെ രണ്ടാളെയും കാണുമ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചിരിച്ചു വരുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അങ്കിളൊക്കെ എപ്പോഴാണ് വന്നേ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായിടി, നിങ്ങളെ കാണാനായിട്ട് വരാൻ നിൽക്കായിരുന്നു. അപ്പോൾ അമ്മേനോട് സംസാരിച്ചു. പിന്നെ ഈ അലീന ചേച്ചി, നിങ്ങളുടെ പുന്നാര ചേച്ചി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്ന് ഇവിടെ അങ്ങ് ഇരുത്തി. ഓ, കൊതിമൂത്ത് കയറി ഇരുന്നതല്ല അല്ലേ എന്നൊക്കെ കൃഷ്ണമോൾ പറയുകയാണ്. ഗംഗേട്ടൻ അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ രണ്ടാളൊന്ന് കോളേജിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനയാണ് മറുപടി പറയുന്നത്. അവരൊന്നും പോവാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ കോളേജിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എത്ര പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. ഇന്നോ നാളെയോ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ മൺഡേ തുടങ്ങി പോയാൽ മതിയെന്ന് ഞാനും വിചാരിച്ചു. അത് പിന്നെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ മറുത്തൊരു മറുപടി അനിയത്തിമാർക്കില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഗംഗേട്ടൻ പറയുകയാണ്, നിങ്ങൾ വിഷമിക്കാതിരിക്കേ. ഞങ്ങളെന്തായാലും അമ്മയെ പോയി ആദ്യം കാണട്ടെ. അതിനുശേഷം അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ അമ്മയെ ജാമ്യത്തിലിറക്കാനുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ലടി, നിങ്ങൾ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശിവനും രാജീവനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മയോടും ബാലചന്ദ്രനോടുമൊക്കെ യാത്ര പറഞ്ഞ് വൈജയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ്. തുടർന്നുള്ള കഥയുമായി അടുത്ത വീഡിയോയിലൂടെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.